ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് ആണ്. പേജ് നമ്പർ 80 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 81 നോക്കാം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 80 വരെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി പേജ് നമ്പർ 81 നോക്കാം. ഓക്കെ, do all the ingredients in the mixtures you have prepared belong to the same state of matter? അപ്പോൾ നമ്മൾ നേരത്തെ കുറേ മിക്സ്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ലൈം വാട്ടർ, അങ്ങനത്തെ കുറേ സാധനം, കോൺക്രീറ്റ്, ചോക്ക് പൗഡർ, അതേ സോൾട്ട് വാട്ടർ, ലൈം ജ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചത് യു ഹാവ് പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതൊക്കെ ഒരേ അവസ്ഥയിലുള്ളതാണ്, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഒരേ അവസ്ഥയിലുള്ള ഒരേ സ്റ്റേറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? ഏത് മിക്സ്ചറാണ് എന്താണ് സോളിഡിൽ ഡിസോൾവ് ചെയ്യാന്ന് വെച്ചിട്ട് അലിഞ്ഞു ചേർന്നത് ഏതൊക്കെയാണ്? ആർ ദർ എനി മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്, രണ്ട് സോളിഡുകൾ ചേർന്ന മിക്സ്ചേഴ്സ് ഉണ്ടോ? വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്? ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ ചെയ്ത് നോക്കാം. All the ingredients in the mixtures you have prepared belong to same state of matter. എല്ലാം ഒരേ സ്റ്റേറ്റിലാണ്. സോളിഡ് മാത്രമാണോ, അല്ലെങ്കിൽ ലിക്വിഡ് മാത്രമാണോ, അല്ലെങ്കിൽ ഗ്യാസ് മാത്രമാണോ? അപ്പോൾ നമ്മുടെ സെയിം സ്റ്റേറ്റ് അല്ല, പല സ്റ്റേറ്റിലും കൂടി ചേർന്നിക്കണം. അപ്പോൾ നോ, ദ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് ഡു നോട്ട് ഓൾ ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഫോർ എക്സാമ്പിൾ ഇൻ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളത്തിൽ, ആൻഡ് ലൈം ജ്യൂസ്. ലൈം ജ്യൂസിലും നമ്മൾ നോക്കാന്ന് വെച്ചാൽ സോളിഡ് ആണ്. അതിൽ സോൾട്ട് വാട്ടറിലാണെന്ന് വെച്ചാൽ സോൾട്ട് അഥവാ ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. ആൻഡ് മിക്സ്ഡ് വിത്ത് ലിക്വിഡ്, അത് എന്തുമായിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? ലിക്വിഡ് ആയിട്ടാണ്, വെള്ളമായിട്ടാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. അപ്പോൾ അവിടെ സോളിഡും ലിക്വിഡും ഉള്ള കോമ്പിനേഷനാണ് വന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. ഒന്ന് എന്താണ്, ഒന്ന് സോളിഡും ഒന്ന് ലിക്വിഡും ആണ്. ഇപ്പോൾ സോൾട്ട് വാട്ടർ എടുക്കാൻ വെച്ചാലും ലൈം ജ്യൂസ് എടുക്കാൻ വെച്ചാലും അവിടെ ഒന്ന് സോളിഡും അടുത്തത് ലിക്വിഡും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുക, അലിഞ്ഞു ചേരുന്നത് ഏതാണ്? The mixtures in which solid is dissolved in liquid include salt water, blue vitriol solution and lime juice. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡിൽ ഏതൊക്കെ നമുക്ക് എഴുതാം? സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം എഴുതാം, ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ എഴുതാം, പിന്നെ ലൈം ജ്യൂസ് എഴുതാം. വേർ സോളിഡ് ഷുഗർ ആൻഡ് സോൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ ലിക്വിഡ് കമ്പോണൻസ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആർ എനി മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്, രണ്ട് സോളിഡിൻ്റെ ഏത് മിക്സ്ചർ ഉണ്ടോയെന്ന്? യെസ്, ദർ ആർ മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്. ആൻ എക്സാമ്പിൾ ഈസ് റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. റവയും ഉപ്പും കലർന്നത് നമുക്ക് എന്ത് എഴുതാം? എക്സാമ്പിളായിട്ട് എഴുതാം. മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് എഴുതാം? റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? അത് ഏതൊക്കെയാണ്? The mixtures with more than one solid dissolved in a liquid are lime juice, which contains both sugar and salt dissolved in water. അപ്പോൾ ലൈം ജ്യൂസിൽ അതിൽ സോൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്. അതെന്താണ്? വെള്ളത്തിൽ. അത് രണ്ടും സോളിഡാണ് അല്ലേ? ഷുഗർ, സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? സോളിഡാണ്. അതാണ് വാട്ടർ എന്ന ലിക്വിഡിൽ ഡിസോൾവ് ആയിട്ടുള്ളത്. ആൻഡ് ദ സ്പെസിഫൈഡ് എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്, അങ്ങനെയുള്ളതിന് നമ്മൾ എന്താണ് പറയുന്നത്? These mixtures are called homogeneous mixtures or solution because the solid completely dissolved in the liquid, forming a uniform composition. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോമോജീനിയസ് എന്നാണ് പറയുന്നത്, മിക്സ്ചേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഇപ്പോൾ ഉപ്പ് വെള്ളം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, അതിന് എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അത് പൂർണ്ണമായിട്ട് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര എന്താണ് വെള്ളത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ഒരു സ്പൂൺ എടുത്ത് നോക്കിയാലും അതിന് ഒരേ ടേസ്റ്റ് ആയിരിക്കും.
uniform composition. Okay, these mixtures are called homogeneous mixtures or solution because the solid completely dissolves in the liquid, forming a uniform composition. Example, salt dissolved in water. വെള്ളത്തിൽ ഉപ്പലിയുന്നത് salt solution. Sugar dissolved in water, അത് sugar solution. Both the examples are solid liquid mixtures where the solid dissolves completely. അപ്പോൾ ഈ എക്സാമ്പിളിലൊക്കെ സോൾട്ട് വാട്ടർ ലൈം വാട്ടർ എന്ന് പറയുന്നതിൽ ഇതിൽ സോളിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യാണ്. ഇനി അടുത്തത് മിക്സ്ചേഴ്സ് ഓഫ് ടു സോളിഡ്. These are two solid mixtures, often heterogeneous since the solid can seen separately. ഇതിന് നമ്മൾ പറയാം ഹെട്രോജീനിയസ് എന്നാണ് ഈ മിക്സ്ചേഴ്സിനെ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഇപ്പോൾ ലൈം വാട്ടറിൽ നമുക്ക് പിന്നെ എന്താണ് ഷുഗറിനെ ഒന്നും പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മൾ റവ വിത്ത് സാൾട്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. സാൻഡ് മിക്സ്ഡ് വിത്ത് ഷുഗർ അത് നമുക്ക് ഫിസിക്കലി കാണാം. ഓക്കെ, അയൺ ഫില്ലിങ്സ് വിത്ത് സൾഫർ പൗഡർ. Mixtures with more than one solid dissolved in a liquid. Here, more than one type of solid is dissolved completely in liquid, resulting in a uniform solution. Example, potassium permanganate and salt dissolved in water. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Mixtures in which all components are visible. എല്ലാ കമ്പോണൻസും വിസിബിൾ ആയത് ഏതാണ്? ഹെട്രോജീനിയസ് ആണ്. These are heterogeneous mixtures where components are not uniformly mixed and can be seen separately. അപ്പോൾ ഈ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യൂണിഫോം ആയിട്ട് മിക്സ് എല്ലാ സ്ഥലത്തും ഒരേപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ചോക്ക് പൗഡർ ഇൻ വാട്ടർ. അപ്പോൾ ചോക്ക് പൗഡർ വാട്ടറിൽ മുഴുവനായിട്ട് കലങ്ങൂല. സാൻഡ് ഇൻ വാട്ടേഴ്സ്, വെള്ളത്തിൽ സാൻഡ് ഇട്ടാൽ എങ്ങനെയാണ് അതും ഇങ്ങനെ ഡിസോൾവ് ചെയ്യൂല, അത് നമുക്ക് കാണാം. സാലഡിലും നമുക്ക് സാധനങ്ങളൊക്കെ കാണാം, അത് ഡിസോൾവ് ചെയ്ത് നിൽക്കൂല. മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ, നമുക്ക് കാണാൻ പറ്റാതെ ഏതൊക്കെയാണ്? ദേ ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ദ കമ്പോണൻസ് മിക്സ് യൂണിഫോംലി ആൻഡ് കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി. അതിൽ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പേജ് നമ്പർ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ നമുക്ക് നോക്കാം. യു ഹാവ് പ്രിപ്പയർഡ് മെനി മിക്സ്ചേഴ്സ് ഹാവിങ് യു. ഇൻ വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ഈസ് വൺ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ അനദർ വൺ. യു ഹാവ് ലേൺഡ് ദാറ്റ് such mixtures are solutions. You know that solutions are formed by dissolving a solute in a solvent. Find more examples for solutions, tabulate them and present in the class, discuss their component. അപ്പോൾ നമ്മൾ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ ടേബിളിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് എഴുതാം. ഓക്കെ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, അതേപോലെ ലിക്വിഡ് സൊല്യൂഷനും പറഞ്ഞു, ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ, ഗ്യാസ് സൊല്യൂഷൻ. ഏതൊക്കെയാണ്? സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ എഴുതാം, പിന്നെ ബ്ലൂ വിട്രിയോൾ സൊല്യൂഷൻ എഴുതാം, സാൾട്ട് സൊല്യൂഷൻ എഴുതാം. ലിക്വിഡ് സൊല്യൂഷനിൽ വിനെഗർ എഴുതാം, ആൽക്കഹോൾ ആൻഡ് വാട്ടർ എഴുതാം, ഗ്ലിസറിൻ ആൻഡ് വാട്ടർ എഴുതാം. ഇനി ഗ്യാസും ലിക്വിഡും, സോഡ വാട്ടർ. നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഗ്യാസും ലിക്വിഡും ഉണ്ട്. വെള്ളത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? എന്താ കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റി വിടുന്നുണ്ട്. ഓക്സിജൻ ഇൻ വാട്ടർ, അമോണിയ ഗ്യാസ് ഇൻ വാട്ടർ. ഗ്യാസ് സൊല്യൂഷൻ, ഗ്യാസിൻ്റെ മിക്സ്, രണ്ടും ഗ്യാസ് തന്നെ ആയത് ഏതാണ്? എയർ, നാച്ചുറൽ ഗ്യാസ്, ഹീലിയം, നിയോൺ ഗ്യാസ്. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. വാട്ട് ഈസ് ദ മിക്സ്ചർ എ കോമ്പിനേഷൻ ഓഫ്? ഈ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. വാട്ട് ആർ ദ മിക്സ്ചേഴ്സ് കോൾഡ് വെൻ വൺ സബ്സ്റ്റൻസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ അനദർ? ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു? സൊല്യൂഷൻസ്. വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ടു ഫോം എ സൊല്യൂട്ട്? വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് ദ ഡിസോൾവിങ് ഇൻ എ സൊല്യൂഷൻ? അതിൻ്റെ പേരെന്താണ്? സോൾവെൻറ്റ്. വൺ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഈസ് സോഡ വാട്ടർ. സോഡ വാട്ടർ എന്ന് പറയുന്ന ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണ്? ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. എയർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ? എയർ എന്ന് പറയുന്നത് ഗ്യാസും തമ്മിലുള്ള സൊല്യൂഷൻ ആണ്. വാട്ട് കൈൻഡ് ഓഫ് മിക്സ്ചർ ഈസ് വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്? അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ്. വാട്ട് കൈൻഡ് ഓഫ് മിക്സ്ചർ ഈസ് വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് പൗഡർ? അതിനെ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നാണ് പറയുക. അത് എവിടെ ആയിട്ട് കാണും. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് യൂസ് ടു മേക്ക് കമ്പോസ്റ്റ്? കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ബയോ വേസ്റ്റ് ആണ്. ഇൻ എ ഹോമോജീനിയസ് മിക്സ്ചർ ഓൾ കമ്പോണൻസ് വിസിബിൾ ഓർ നോട്ട് വിസിബിൾ?
ഇപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചറിൽ എല്ലാം കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കിയാൽ പിന്നെ പഞ്ചസാരനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇൻ വിച്ച് മിക്സ്ചർ ടൈപ്പ് ഡു ദ കോമ്പോണൻസ് റിമെയിൻ വിസിബിൾ ആൻഡ് പ്രോപ്പർട്ടീസ് വേരി ഇൻ ഡിഫറെൻറ്റ് പാർട്ട്? അതേതാണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ എ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ? സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ ഒരു സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് എന്താണ്? ലിക്വിഡാണ്. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ ലൈക്ക് സോഡ വാട്ടർ? ഗ്യാസ്. ഗിവൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ മിക്സ്ചർ ഓഫ് ടു സോളിഡ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ്. ഏതൊക്കെയാണ്? റവ മിക്സ്ഡ് വിത്ത് സോൾട്ട്. ഇനി അടുത്ത, വാട്ട് കൈൻഡ് ഓഫ് സോളിഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ് ബൈ മിക്സിംഗ് ടു ഓർ മോർ മെറ്റൽസ് സച്ച് എസ് ബ്രാസ് ഓർ ബോൺസ്? അതിന് നമ്മൾ പറയുന്നത് എന്താണ്? അലോയ് എന്നാണ്, അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ. വെൻ കമ്പയറിംഗ് ഷുഗർ സൊല്യൂഷൻ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ, വാട്ട് ഈസ് ദ കീ സിമിലാരിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ്? ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും എടുത്താൽ അതിലെന്താണ് പ്രോപ്പർട്ടി? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് 916 ഗോൾഡ് ഇൻ 1000 ഗ്രാംസ്? 1000 ഗ്രാംസിൽ 916 ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? 916 grams of gold and 84 grams of അതർ മെറ്റൽ. ഇതാണ് 916 ഗോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത നോക്കാം. നമ്മൾ ഒരുപാട് ടേബിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് പേജ് നമ്പർ 83. അപ്പോൾ നമ്മൾ 3 മിക്സ്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? പഞ്ചസാരയുടെ വെള്ളം, പിന്നെ അടുത്ത സോൾട്ട് വാട്ടർ, ചോക്കുപൊടി ഉള്ള വാട്ടർ. അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ നേരത്തെ എടുത്ത, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? ഇതെല്ലാം ഒരുപോലെയാണോ? അല്ല, അല്ലേ? വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദീസ് മിക്സ്ചേഴ്സ് അലൈക്ക്? ഇത് ഒരുപോലെയാണോ? നോ, ദ മിക്സ്ചേഴ്സ് ആർ നോട്ട് ഓൾ അലൈക്ക്. അവ ഒരുപോലെയല്ല. ആസ് ദ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ വിത്ത് വാരീഡ് കോമ്പോണൻസ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ്. അതിൻ്റെ കമ്പോണൻസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സം ആർ ട്രൂ സൊല്യൂഷൻസ് വൈൽ ദ ചോക്ക് പൗഡർ മിക്സർ ഈസ് ലൈക്ലി എ സസ്പെൻഷൻ. ഇനി അടുത്ത, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? അതിൻ്റെ തമ്മിലുള്ള സിമിലാരിറ്റീസ്. ബോത്ത് ഷുഗർ സൊല്യൂഷൻ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻസ് വേർ സോളിഡ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് സോൾവെൻറ്റ്. അപ്പം ലിക്വിഡ് സോളിഡ് സൊല്യൂഷനിൽ സോളിഡ് എന്താണ്? സൊല്യൂട്ടാണ്. അപ്പം ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സൊല്യൂട്ട് എന്താണ്? ഷുഗറാണ്. ഓക്കെ. അവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഷുഗറാണ്. അതേപോലെ സോൾവെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. ഓക്കെ. ദേ ആർ ബോത്ത് ട്രൂ സൊല്യൂഷൻസ് വേർ the dissolved particles are uniformly distributed and cannot be easily separated by filtration. അപ്പോൾ നമ്മളിപ്പം ആദ്യം ഒരു പഞ്ചസാര, ഷുഗറും എടുത്തു, വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ അത് രണ്ടും മിക്സ് ചെയ്തു. നമ്മൾ എന്തുണ്ടാക്കി? ഷുഗർ വാട്ടർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ലൈം വാട്ടർ, വാട്ടർ ഇറ്റ് മേ ബി. എന്നിട്ട് നമുക്ക് അതിനെ നമ്മൾ അരിച്ചെടുത്താൽ, ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ആ പഞ്ചസാര തിരികെ കിട്ടുമോ? ഇല്ല. അതാണ് ഈ ഒരു സൊല്യൂഷൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് വാട്ടർ ആൻഡ് സോൾട്ട് സൊല്യൂഷൻ? ഇനി നമ്മളൊരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു. അത് ട്രൂ സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ സോൾട്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ്സ് ആൻഡ് റിമെയിൻസ് യൂണിഫോംലി മിക്സ്ഡ്, വേറസ് വാട്ടർ മിക്സ്ഡ് വിത്ത് ചോക്ക് വാട്ടർ ഈസ് ലൈക്ക് സസ്പെൻഷൻ വേർ ദ ചോക്ക് പാർട്ടിക്കിൾസ് ഡു നോട്ട് സോൾവ് ആൻഡ് സെറ്റ് ഡൗൺ ഓവർ ടൈം. അപ്പോൾ നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾട്ടിനെ തിരിച്ച് കിട്ടൂല. അതേസമയം നമ്മൾ ചോക്ക് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുത്താൽ നമുക്ക് ചോക്ക് പൗഡറിന് നമുക്ക് കിട്ടും. ഓക്കെ. സോൾട്ട് സൊല്യൂഷൻ ഈസ് ട്രാൻസ്പെറൻറ്റ് ബട്ട് ദ ചോക്ക് പൗഡർ മിക്സ്ചർ ഈസ് ഒപ്പേക്ക്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടിട്ട് വാട്ടർ വിത്ത് ഡിസോൾവ്ഡ് ഷുഗർ ടോപ്പ്, മിഡിൽ, ബോട്ടം, വാട്ടർ വിത്ത് അൺസ്റ്റേർഡ് ഷുഗർ. ഇപ്പം 2 മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേർന്ന ഇത്, 2 പഞ്ചസാര ഇട്ട് ഇളക്കാത്ത, അൺസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഇളക്കാത്ത ഒരു വെള്ളം. അങ്ങനെ 2 വെള്ളമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇവിടെ നമുക്ക് എങ്ങനെ ഇത് ഫില്ല് ചെയ്യാം? ഇവിടെ ടോപ്പും ബോട്ടം ഒക്കെ എന്തായിരിക്കും? ടോപ്പും മിഡിലും ബോട്ടം എന്തായിരിക്കും? ടോപ്പും മിഡിലും ബോട്ടത്തിലും എന്തെങ്കിലും ഉണ്ടാവുമോ? ടേസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. ഇതിൽ ടോപ്പിലും മിഡിലും ബോട്ടത്തിലും എന്തായിരിക്കും? ഒരേ രുചി തന്നെ ആയിരിക്കും ഏത് ഭാഗത്തു നിന്നാലും.
പക്ഷെ ഇവിടെ അങ്ങനാണോ? ഇവിടെ അങ്ങനല്ല. ഇവിടെ ടോപ്പിലും മിഡിലും ബോട്ടത്തിലൊക്കെ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈസ് ദ സ്വീറ്റ്നെസ് ദ സെയിം എവരിവർ ഇൻ ദ വെൽ സ്റ്റിയർഡ് ഷുഗർ സൊല്യൂഷൻ? നന്നായി ഇളക്കി ചേർന്ന ഷുഗർ സൊല്യൂഷനിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ? Yes, the sweetness is the same throughout the well-stirred sugar solution. This shows that the sugar has completely dissolved and spread evenly in the water. അപ്പോൾ ഈ നല്ലോണം ഇളക്കി ചേർത്ത പഞ്ചസാര വെള്ളത്തിൽ എന്തായിരിക്കും? എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് അബൌട്ട് ദ ടേസ്റ്റ് ഓഫ് സൊല്യൂഷൻ ടേക്കൻ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അൺസ്റ്റിയർഡ് ഷുഗർ സൊല്യൂഷൻ? ഇപ്പോൾ പഞ്ചസാര നല്ലോണം ഇളക്കി ചേർത്തില്ല, അവിടെ എന്തായിരിക്കും ഷുഗറിൻ്റെ സംഭവം എങ്ങനെയായിരിക്കും? ദ സ്വീറ്റ്നെസ് ഈസ് നോട്ട് ദ സെയിം. The top part almost plain, middle part is slightly sweet and the bottom part is very sweet. അപ്പോൾ അവിടെ എങ്ങനെ വരിക? ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും കുറച്ച് മധുരം ഉണ്ടാവും, മിഡിൽ പാർട്ടിൽ കുറച്ചും കൂടി സ്വീറ്റ്നെസ് ഉണ്ടാവും, ബോട്ടം പാർട്ടിൽ അത് താഴെ വകളകാതെ നിൽക്കുന്ന ആ ഭാഗത്തായിരിക്കും നല്ല സ്വീറ്റ് ഉണ്ടാകുക. ബിക്കോസ് മോർ ഷുഗർ റിമെയിൻസ് സെറ്റിൽഡ് ഇൻ ദ ബോട്ടം. താഴേൽ കുറേ ഷുഗർ അവിടെ അടഞ്ഞ് ചേർന്നിരിക്കുകയാണ്. അത് ഡിസോൾവ് ചെയ്യാണ്ട് നമ്മൾ ഇളക്കിയിട്ടില്ലല്ലോ, ഇളക്കിയാലല്ലേ ഉള്ളൂ അത് മിക്സ് ആവുക. ഓക്കെ, ഇനി അടുത്ത, ആർ ഇൻ ദ കമ്പോണൻസ് ഇൻ ദ സെയിം ഇൻ ബോത്ത് യെറ്റ് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ടേസ്റ്റ്? അപ്പോൾ ഇതിലുള്ള കമ്പോണൻസ് രണ്ടും സെയിം ആണ്, പക്ഷേ എന്നിട്ടും രുചി വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണ്? യെസ്, ബോത്ത് മിക്സേഴ്സ് കണ്ടെയ്ൻ ദ സെയിം കമ്പോണൻറ്റ്. രണ്ടിലും ഒരേ കോമ്പോണൻസ് ആണുള്ളത്, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്, ഷുഗറും വാട്ടറും. The difference in taste occurs because unstirred solution the sugar does not dissolve evenly, so the concentration of sugar is not uniform. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇളക്കാത്ത പഞ്ചസാര വെള്ളത്തിൽ എന്തായിരിക്കും? ഷുഗർ ഡസ് നോട്ട് ഡിസോൾവ് ഈവൻലി, ഷുഗർ നല്ലോണം ഇളക്കി ചേർന്നിട്ടില്ല, സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഈസ് നോട്ട് യൂണിഫോം. In the stirred solution, the sugar dissolves completely and spread evenly throughout, making the sweetness uniform everywhere. ഇനി ഇളക്കിയ സൊല്യൂഷൻ എന്തായിരിക്കും? ഷുഗർ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് സ്വീറ്റ്നെസ് എല്ലായിടത്തും ഒരുപോലെയാണ്. ഇനി നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്സ്ചേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഹോമോജീനിയസ് മിക്സറും അതേപോലെ ഹെട്രോജീനിയസ് മിക്സർ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്ട്. അപ്പോൾ ഒരു മിക്സ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആണെച്ചാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹോമോജീനിയസ് എന്ന് പറയാം. ഇനി ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട്. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അതായത് ഡിഫറെൻറ്റ് പാർട്ടിൽ. ഇപ്പോൾ ചോക്ക് വെള്ളം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പല സ്ഥലത്തും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അൺസ്റ്റിയർഡ് സൊല്യൂഷൻ തന്നെ, ഈ പഞ്ചസാരയുടെ സൊല്യൂഷൻ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ നല്ല രുചിയായിരിക്കും, നല്ല അതിമധുരമായിരിക്കും, എന്നാൽ മേലെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ്? വാട്ടർ വിത്ത് അൺഡിസോൾവ്ഡ് അൺസ്റ്റിയർഡ് ഷുഗർ. ഓക്കെ, ഇനി എക്സ്പെരിമെൻറ്റ് നമുക്ക് എഴുതാനുണ്ട്. നമ്മുടെ സയൻസ് ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? From the observation table, it is clear that the solution that dissolves sugar tastes the same at the top, middle, and bottom. Sugar is evenly mixed in water. It is a homogeneous mixture. The solution with the dissolved sugar tastes the same at the top, middle, and bottom. Sugar is evenly mixed in water. It is homogeneous mixture. The solution with the dissolved sugar tastes the same at the top, middle, and bottom. Sugar is evenly mixed in water. It is a homogeneous mixture. Okay. The water with the undissolved, that unstirred sugar tastes different in different parts. Top is less sweet, bottom is very sweet. Sugar is not evenly mixed. It is a heterogeneous mixture. വാട്ട് അബൌട്ട് ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെയൊക്കെ ആൻസറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ദ സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഓൾ ഇറ്റ്സ് പാർട്ട് ഈസ് കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചർ. ദ മിക്സ്ചർ ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഈസ് കോൾഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പം മനസ്സിലായല്ലോ, ഒരു മിക്സ്ചറിന് എല്ലാ സ്ഥലത്തും ഒരേ സ്വഭാവം വെച്ചാൽ അതിനെ നമ്മൾ ഹോമോജീനിയസ് എന്ന് പറയുന്നു. ഹോമോ എന്ന് പറഞ്ഞാൽ ഒറ്റൊന്ന്. ഒരു മിക്സ്ചറിൽ വ്യത്യസ്ത ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് എന്താ പ്രോപ്പർട്ടീസ് ആണെച്ചാൽ അതിന് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, എക്സാമിൻ ദ ഫോളോയിങ് ഇഷ്യൂസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് ഡിസോൾവ്ഡ് സോൾട്ട് ആൻഡ് വിത്ത് അൺഡിസോൾവ്ഡ് സാൾട്ട് ദ സെയിം, ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? ഇപ്പോൾ നമ്മൾ ഉപ്പ് അലിഞ്ഞ് ചേർന്ന വെള്ളവും
ഉപ്പ്, ഇളക്കി അലിയാത്ത വെള്ളം എന്നിവ ഒരേ തരം മിക്സ്ചർ ആണോ, അത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആ ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? നോ, ദേ ആർ നോട്ട് സെയിം. അവ സെയിം അല്ല. സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫോംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ വേർ സാൾട്ട് സ്പ്രെഡ്സ് ഈവൻലി കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി. അപ്പോൾ നമ്മൾ നല്ലവണ്ണം സോൾട്ട് ഡിസോൾവ് ചെയ്ത ഒരു വാട്ടറിൽ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. നമുക്ക് അതിനെ എവിടെയും സോൾട്ടിനെ കാണാൻ പറ്റില്ല. Okay, undissolved salt in water forms a heterogeneous mixture where salt remains visible and settles at the bottom. അപ്പോൾ നമുക്ക് അൺസ്റ്റിയർ ചെയ്യാത്ത, അതായത് അലിക്കാത്ത വെള്ളത്തിൽ, ഉപ്പ് അലിയിക്കാത്ത വെള്ളത്തിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൾട്ട് നമുക്ക് കാണാം. അത് എന്താണ്, താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് നമുക്ക് കാണാം. In the dissolved mixture, the composition is uniform. In the undissolved mixture, it is not uniform. Okay. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Is the mixture of chalk powder and water homogeneous or heterogeneous? Why? ചോക്ക് പൊടിയും വെള്ളവും ചേർന്ന ആ മിക്സ്ചർ ഹോമോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ബിക്കോസ് ദ ചോക്ക് പാർട്ടിക്കിൾസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. അതൊരു ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം എന്താണ്? ചോക്ക് നല്ലവണ്ണം വാട്ടറിൽ ഡിസോൾവ് ആയിട്ടില്ല. ദേ റിമെയിൻ സസ്പെൻഡഡ് ഫോർ എ വൈൽ ആൻഡ് ദെൻ സെറ്റിൽ അറ്റ് ദ ബോട്ടം. അത് ഇങ്ങനെ എന്താണ്, താഴെ വന്നിട്ട് അങ്ങനെ അടിഞ്ഞു കൂടും. ഹെൻസ് ദ കോമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട്. എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് അല്ല ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഹെട്രോജീനിയസ് എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മൾ കമ്പോസ്റ്റ്, വളം, കോൺക്രീറ്റ്, അങ്ങനെ നമ്മൾ മിക്സ്ചർ തുടങ്ങിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ഹെട്രോജീനിയസ് ആണോ ഹോമോജീനിയസ് ആണോ എഴുതിയിട്ട് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ എഴുതുക. കമ്പോസ്റ്റ് ഹെട്രോജീനിയസ് ആണ്. കാരണം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ലൈക്ക് ലീവ്സ്, ഫുഡ് വേസ്റ്റ് ആൻഡ് സോയിൽ ആർ നോട്ട് ഈവൻലി മിക്സ്ഡ്. അപ്പം കോമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെട്രോജീനിയസ് ആണ്. കോൺക്രീറ്റ് മിക്സ് അതും ഹെട്രോജീനിയസ് ആണ്. കണ്ടെയ്ൻസ് വിസിബിൾ കോമ്പോണൻസ് ലൈക്ക് സാൻഡ്, ഗ്രേവൽ ആൻഡ് സിമെന്റ്. എഡിമൽ മിക്സ്ചേഴ്സ്, സാലഡ്, ഉപ്പുമാ, ബിരിയാണി ഹെട്രോജീനിയസ് ആണ്. ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി സീൻ സെപ്പറേറ്റ്ലി ആൻഡ് ദേ ആർ അൺഈവൻലി മിക്സ്ഡ്. ഇനി അടുത്ത നമുക്ക് സോൾട്ട് സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഹോമോജീനിയസിൽ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് എന്താണ്, പേജ് നമ്പർ 84 ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എഴുതാം. എന്താ എഴുതേണ്ടത്? ഓക്കെ, ഇതൊക്കെ എന്താണ്, ഹോമോജീനിയസ് ആണ്. ഓക്കെ, ഹോമോജീനിയസ്. ഇത് ഹെട്രോജീനിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഹോമോജീനിയസിൽ നമുക്ക് സോൾട്ട് വാട്ടർ, സുഗർ സൊല്യൂഷൻ, വിനെഗർ, എയർ, ലെമൺ ജ്യൂസ്, കോഫി എഴുതാം. ഹെട്രോജീനിയസിൽ ചോക്ക് ആൻഡ് വാട്ടർ, സാൻഡ് ആൻഡ് വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ, ഫ്രൂട്ട് സാലഡ്, കോൺക്രീറ്റ് മിക്സ്, കമ്പോസ്റ്റ്. ഓക്കെ. ഇനി മിക്സ്ചേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമുക്ക് നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന മിക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് എഴുതാനാണ്. അപ്പോൾ നമ്മൾ വെൻ വി ലുക്ക് അവർ നോൺ മീൽ മെനു, നമ്മുടെ നോൺ മീൽ ഉച്ചഭക്ഷണം നോക്കുകയെന്ന് വെച്ചാൽ എന്തായിരിക്കും? വി സി എ വെറൈറ്റി ഓഫ് മിക്സ്ചേഴ്സ്. വെൻ വി ലുക്ക് അറ്റ് അവർ നോൺ മീൽ മെനു വി see a variety of mixtures, rice, curry, vegetables, curd, dal and more. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം നോക്കിയാൽ പല വിധത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഓക്കെ. ഫുഡ് ഐറ്റംസ് ലൈക്ക് ലെമൺ ജ്യൂസ്, രസം ആൻഡ് ടീ ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഇപ്പോൾ ലെമൺ ജ്യൂസ്, അതേപോലെ രസം, പിന്നെ ചായ, ഇതൊക്കെ ഹോമോജീനിയസ് ആണ്. നമ്മൾ കഴിക്കുന്നതിലാണ് പറയുന്നത്. ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾ കറി, സാലഡ് ആൻഡ് ബിരിയാണി ആർ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അതിന് എല്ലാ സ്ഥലത്തും ഒരേ ടേസ്റ്റ് അല്ല അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ഒരു കുട്ടി പറയാണ്, ഓൾ സൊല്യൂഷൻസ് ആർ മിക്സ്ചേഴ്സ് ബട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷൻസും മിക്സ്ചേഴ്സ് ആണ്, പക്ഷേ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷൻസ് അല്ല. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ചൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ്? റെക്കോർഡ് യുവർ റെസ്പോൺസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ സയൻസ്